കണ്ടെയ്നറുകൾ കടൽമാർഗം ബാർജിൽ കെട്ടിവലിച്ചുകൊണ്ടു പോകാനാണ് ആദ്യ ശ്രമമെന്ന വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനി. മുങ്ങിയ കപ്പലിന്റെ കമ്പനി MSC വാട്ടർ ലൈനാണ് കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ കരാർ നൽകിയത്. വിവരങ്ങളുമായി രാജ്കുമാർ കൂടിയുണ്ട്. രാജ്കുമാർ, ഈ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡാണ്. അപ്പോൾ അതിൽ ഈ ജലവുമായൊക്കെ പ്രതിപ്രവർത്തിച്ച് അസറ്റിൽ എന്ന വാതകമൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ ഒരു തീപിടുത്ത സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടെയ്നറുകൾ ഇനി കടൽ മാർഗം ബാർജിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ആദ്യ ശ്രമം അതെങ്ങനെ? ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടുള്ള 27ഓളം കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറുകൾ ഒരിൽ പോലും ഈ പറഞ്ഞ വാതകത്തിൻ്റെ അംശങ്ങളോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഇതിൽ 27 4 മാത്രമാണ് ഇതിനകത്ത് ഈ എന്തിനാണോ ഈ കണ്ടെയ്നർ ഇപ്പോൾ ഈ കപ്പലിൽ ഈ കൊണ്ടുപോയത് അതിനകത്ത് തുണിയും പേപ്പർ അങ്ങനെ തുടങ്ങിയ വസ്തുക്കൾ മാത്രമാണ്. തേയില, ഗ്രീൻ ടീ ഉൾപ്പെടെയുള്ള തേയില മാത്രമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. മറ്റുള്ള 27 23 കണ്ടെയ്നറുകളും ശൂന്യമായിരുന്നു. എല്ലാം ഇതിപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ കാണാം. ഈ തകർന്നു കിടക്കുന്ന ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇതിനകത്ത് ശൂന്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർ പരിശോധന നടത്തിയിരുന്നു. കസ്റ്റംസ് ഇത്രയും സമയമെടുത്തത് തീരത്തടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകളിൽ എവിടെയെങ്കിലും, ഇപ്പോൾ കേരള തീരത്ത് പല സ്ഥലത്തായി പല ജില്ലകളിലായി അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകളിൽ എന്തെങ്കിലും മനുഷ്യന് ഹാനി വരുത്തുന്ന, ഈ കടലിന് ഹാനി വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. അത് ആദ്യഘട്ട പരിശോധന അത് ഇല്ല എന്നവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കണ്ടെയ്നറുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്കൊരു കണക്കെടുപ്പ് അത് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഈ ഷിപ്പിംഗ് കമ്പനി, അതായത് ഈ മുങ്ങിയ കപ്പലിൻ്റെ കമ്പനി തന്നെയാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ച വാട്ടർ ലൈൻ ആ കമ്പനിക്ക് ഇതിവിടെ ഈ കണ്ടെയ്നർ നീക്കം ചെയ്യാനുള്ള കരാർ നൽകിയിരിക്കുന്നത്. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്, കൊല്ലം തുറമുഖത്ത് നിന്ന് ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ വിദഗ്ധരായ സ്വിമ്മേഴ്സ് ഉണ്ട്, നീന്തൽ വിദഗ്ധരുണ്ട്. അവർ നേരെ ഇതിന് സമാനമായി തന്നെ കടലിലേക്ക് ബോട്ടിന് വരാൻ പറ്റുന്ന അകലേക്ക് വരും. അവിടെ നിന്നുകൊണ്ട് ഇവർ കടലിലേക്ക് ചാടി ഇരുമ്പ് റോപ്പുമായി ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്യും. അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഇത് കെട്ടി ബലപ്പെടുത്തിയതിന് ശേഷം ഈ ബോട്ട് ഉപയോഗിച്ച് ഈ കണ്ടെയ്നറിനെ ഇവിടുന്നുകൊണ്ട് വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു നീക്കം. ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. ഈ വേലി ഇറക്ക സമയം ഇന്നൊരു 6:30-7 മണി വരെ നീളും. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ശ്രമം ഉപേക്ഷിക്കുമെന്ന് അവർ തന്നെ, ഇതിൻ്റെ കമ്പനിയുടെ ചുമതലയുള്ള MD കൂടിയായിട്ടുള്ള മനോജ് കൈരൾ ന്യൂസിനോട് പറഞ്ഞിരുന്നു. നാളെ രാവിലെ, ഇന്നിപ്പോൾ ഈ ശ്രമം പരാജയപ്പെട്ടാൽ നാളെ രാവിലെയും ഈ ശ്രമം തുടരും. നാളെ രാവിലെ പുലർച്ചെ 4:30 മണിക്ക് വീണ്ടും ഇത് പുനരാരംഭിക്കാനാണ് ഇവരുടെ നിലവിലെ തീരുമാനം. NDRFിൻ്റെ സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 7 ടീമാണ് ഈ പല സ്ഥലങ്ങളിലായി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ശക്തികുളങ്ങരയിൽ ഈ ഒരു പ്രശ്നമുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ഓരോ കണ്ടെയ്നറുകൾ വീതമാണ് പല സ്ഥലത്തായി അടിഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും. ഈ 3 കണ്ടെയ്നർ ഒരുമിച്ചാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ലോക്ക് അഴിച്ചു മാറ്റി ഓരോന്നായി ഇത് വേർതിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഒരു വ്യക്തത ഇല്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കിടക്കുന്ന ഇതിൽ നിന്ന് ഇതിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകാനൊരു നീക്കം. നേരത്തെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് വരെ ശക്തമായ തിരമാലകൾ ഉണ്ടായിരുന്നു, വേലിയേറ്റമായിരുന്നു, കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ഇപ്പോഴതൊന്ന് ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയം, ഈ സമയത്ത് മാത്രമേ ഇവർക്കിത് കെട്ടിവലിക്കാൻ കഴിയൂ. അതിനുള്ള ഒരു നീക്കം അവരിവിടെ ആ സംഘം കാത്തിരിക്കുകയാണ്. ഈ ബോട്ട് വന്നാലുടൻ അതിൻ്റെ ഒരു നീക്കം അവർ ആരംഭിക്കും. ശരി രാജ്കുമാർ, ശക്തികുളങ്ങരയിലും കണ്ടെയ്നറുകൾ വന്ന് എന്നാൽ അപകടകരമായ വാതകങ്ങളോ മറ്റു വസ്തുക്കളോ ആ കണ്ടെയ്നറുകളിൽ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് രാജ്കുമാർ അവിടെ നിന്നും നൽകുന്നത്.